You've been talking about patience, hoping for everlasting. You're known for talking. ബാക്ക് ടു NKL എഡിറ്റ്സ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയി കിടക്കുന്ന ഒരു എഫക്റ്റാണ്. അതായത് നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടിട്ടുണ്ടാവുക ഒരു എഫക്റ്റാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വീഡിയോസിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു എഫക്റ്റാണ്. കുറേ ആൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു എഫക്റ്റിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഒരു എഫക്റ്റിൻ്റെ ട്യൂട്ടോറിയലായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എഫക്റ്റാണ്. അപ്പോൾ ആ ഒരു എഫക്റ്റ് നമുക്ക്, അതായത് അലൈറ്റ് മോഷനിൽ ഒരു എഫക്റ്റ് ആഡ് ചെയ്താൽ നമുക്ക് ആ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ഒരു ഇമേജ് ആഡ് ചെയ്യുക. ഫസ്റ്റ് ഇതേപോലെ ഒരു ഇമേജ് ആഡ് ചെയ്യാം. ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു PNG ആഡ് ചെയ്ത്, അതായത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് കണ്ടില്ലേ, ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു PNG ആഡ് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു PNG ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഇതേപോലെ 2 ലെയർ, അതായത് ടോട്ടൽ 3 ലെയേഴ്സ്. ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ഒരു ഒറിജിനൽ ഇമേജ്, അതിന് ശേഷം ആ ഒരു ഏതൊരാളുടെ ആണോ ആ ഒരാളുടെ സെയിം പിക്കിലുള്ള ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞ ഇമേജ്. ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ കളയുക വെച്ചാൽ ഗൂഗിളിൽ പോയിട്ട് റിമൂവ് BG സെർച്ച് ചെയ്താൽ ഒരു വെബ്സൈറ്റ് വരും. ആ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് ബാക്ക്ഗ്രൗണ്ട് കളയാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്കാണ് എഫക്ട്സ് ആഡ് ചെയ്യേണ്ടത്. വേറെ ഒരു എഫക്റ്റ് ആഡ് ചെയ്യേണ്ടതുള്ളൂ. ആ എഫക്റ്റ് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു സെൻറ്ററിലെ ആ ഒരു ഇമേജിലാണ്. ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക, എഫക്ട്സ്, ആഡ് എഫക്ട്സ്, ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ ഫ്രാക്ചൽ വാർപ്പ് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് വന്ന് സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ വന്നിട്ട് പൊസിഷൻ ഉണ്ടാവും. പൊസിഷനിൽ ഇതേപോലെ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. ഓക്കെ, ഇതിൽ ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആണ്. അത് നമ്മൾ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. എൻഡിലെ കീ ഫ്രെയിംസിൻ്റെ വാല്യൂ ആണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. എക്സിൻ്റെ വാല്യൂ വന്ന് നമ്മൾ കുറച്ച് കൊടുക്കുക, -600 സെറ്റ് ചെയ്ത് കൊടുക്കുക. -600. ഓക്കെ, -600 സെറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നിങ്ങൾ ആ വാല്യൂസ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി വൈര വാല്യൂ എന്ന് പറഞ്ഞാൽ -900 ആ ഒരു റേഞ്ചിലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു വാല്യൂസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. ആദ്യം ഞാൻ തരുന്ന ആ ഒരു വാല്യൂസിൽ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക നിങ്ങളുടേതായ രീതിയിൽ. അപ്പം ഈ ഒരു മെത്തേഡിൽ ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു കീ ഫ്രെയിം വന്ന് ഇതേപോലെ എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ താഴേക്ക് വരാം. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ വാല്യൂ നമ്മൾ കുറച്ചൊന്ന് ഇൻക്രീസ് ആക്കി കൊടുക്കുക. ഒരു 0.300 ആ റേഞ്ചിലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, 0.300. ഇനി നമ്മൾ അതിൻ്റെയും താഴെയായിട്ട് ഡീറ്റെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ഒന്ന് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ വാല്യൂ ഒന്നൊരു 3.60 ആ ഒരു റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഞാൻ ഈ തരുന്ന വാല്യൂവിൽ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് പ്ലേ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താം. ഓക്കെ, ഇനി ഇവിടെ താഴേക്ക് വന്നാൽ ഒക്ടാവസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വന്ന് നമ്മൾ 6-ലായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ ഒരു നോക്കിയിട്ട്, ഞാനിപ്പോൾ ഒരു 4-ലേക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താം. ഞാൻ ഇതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ശേഷം കണ്ടില്ലേ, ആ ഒരു നിങ്ങളുടെ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആളെ വീഡിയോസിലൊക്കെ കാണുന്ന ആ ഒരു എഫക്റ്റ് ഇതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കുറേ ആൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ട്രാൻസിഷൻസ് ഒക്കെ ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം. ഒരു ട്രാൻസിഷൻ്റെ പ്രിവ്യൂവും ഇത് വേണമെന്ന്, ആ ഒരു ട്രാൻസിഷൻ വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ ഞാൻ ഒരു ട്രാൻസിഷൻ ചെയ്യുന്നതായിരിക്കും നോക്കിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. സോ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.